ഭക്ഷ്യസുരക്ഷാ നിയമം പാസ്സാക്കിയതിന് ശേഷം ഞാൻ നേരിട്ട ഏറ്റവും വലിയ വിമർശനം കേരളത്തിൽ നിന്നായിരുന്നു. കാരണം ഇന്ത്യയിലെ മൊത്തം ജനങ്ങളിൽ 67% ആളുകൾക്കാണ് സബ്സിഡൈസ്ഡ് ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകുന്നത് നിയമം മൂലം. അത് UP, മധ്യപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നേട്ടമായിരുന്നു. കാരണം അവർക്ക് അതിനു മുമ്പ് വരെ സബ്സിഡൈസ്ഡ് ഭക്ഷണം കൊടുത്തിരുന്ന 50% ആളുകൾക്കാണ്. അപ്പോൾ അവരുടേത് 50-ൽ നിന്നും 73 മാറുമ്പോൾ അവർക്കതൊരു വലിയ നേട്ടമാണ്. പക്ഷേ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് 80-85% ആളുകൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ സബ്സിഡൈസ് ചെയ്ത് കൊടുത്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലവും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കാരണം ഞാൻ മന്ത്രിസഭയിൽ 2009 അംഗമായി ചേരുമ്പോൾ അന്നിവിടെ ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത്. ദിവാകരനാണ് ഇവിടുത്തെ ഭക്ഷ്യമന്ത്രി. അപ്പം അദ്ദേഹം ഇടയ്ക്ക് വരും. അദ്ദേഹം വന്ന് കുറേ ഡിമാൻഡുകളൊക്കെ ഉണ്ടാകും. നമ്മുടെ അലോട്ട്മെൻറ്റ് കൂട്ടണം, മറ്റേ ചില സൗകര്യങ്ങൾ കൊടുക്കണം എന്ന് അദ്ദേഹം വരുമ്പോൾ പവാർ പറയും, പ്രൊഫസർ ഒന്ന് അയാളെ ഹാൻഡിൽ ചെയ്യുക. അയാളിങ്ങനെ ഇവിടെ വന്നിട്ട് ബഹളം ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കും. പക്ഷേ കേരളമാണ് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ 60%-ൽ നിന്ന് 65%, പിന്നെ 70, 80, 85 വരെ കേരളത്തിൽ അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിന് സാഹചര്യം ഉണ്ടായത് ഓരോ സംസ്ഥാനങ്ങൾക്കും ജനസംഖ്യാനുപാതികമായിട്ടാണ് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത്. അങ്ങനെ വിതരണം ചെയ്തു വരുമ്പോൾ തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾ അവരുടെ അലോട്ട് ചെയ്ത അരി ചിലപ്പോൾ എടുക്കാറില്ല, മുഴുവൻ അരി എടുക്കാറില്ല. പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഗോതമ്പ് എടുക്കാറില്ല, ഹരിയാന. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭക്ഷ്യമന്ത്രിക്ക് തൻ്റെ അധികാരം ഉപയോഗിച്ച് ഇത് പോരാതെ വരുന്ന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകാം. ഇതാണ് അതിൻ്റെ ഒരു തത്വം. ആ തത്വം ഉപയോഗിച്ചുകൊണ്ട് ദിവാകരൻ വരുമ്പോൾ ഓരോ പ്രാവശ്യം അദ്ദേഹം വരുമ്പോൾ ഞങ്ങൾ 1-2% കൂട്ടി അതിൻ്റെ 85% വരെ ഈ ഭക്ഷ്യധാന്യങ്ങൾ കേരളത്തിന് സബ്സിഡൈസ്ഡ് കൊടുത്തിരുന്നു. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി. കാരണം മൊത്തം വരുന്നത് 67%. കേരളത്തിന് 85-ൽ നിന്നും അത് 65 കുറയുന്നു. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചോദ്യചിഹ്നമായി മാറുമ്പോൾ ഞാൻ ഈ പ്രശ്നം AK ആൻ്റണിയെ കണ്ടപ്പോൾ എങ്ങനെയാണ് അത് പരിഹരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാഷ് അത് ക്യാബിനറ്റിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാം. അങ്ങനെ ക്യാബിനറ്റ് കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നം ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയപ്പോൾ ഇങ്ങനൊരു പ്രശ്നം കേരളം പോലെ ചില സംസ്ഥാനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അവർക്ക് മുമ്പ് കിട്ടുന്ന അത്രയും ഇപ്പോൾ കിട്ടുന്നില്ല. അതേസമയത്ത് വളരെ താഴെ കിടന്ന സംസ്ഥാനങ്ങൾക്ക് മുകളിലോട്ട് ഉയരുകയും ചെയ്തിട്ടുണ്ട്. എന്താ മാർഗം? അത് ചർച്ച ചെയ്ത് വന്നപ്പോൾ AK തന്നെ പറഞ്ഞു, ക്യാബിനറ്റിൽ പറഞ്ഞു, ഓരോ സംസ്ഥാനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ എത്രയാണോ ഉണ്ടായിരുന്നത് അത് സംരക്ഷിക്കപ്പെടണം. ബാക്കി കുറഞ്ഞ ആളുകൾക്കൊക്കെ കൂട്ടിക്കൊടുത്തോളൂ, 67% കൊടുത്തോളൂ. പക്ഷേ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് എത്രയാണോ ഉള്ളത് അത് കൊടുക്കണം. അങ്ങനെയാണ് കേരളത്തിന് കൊടുത്തുകൊണ്ടിരുന്ന ശതമാനക്കണക്കുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ അലോട്ട്മെൻറ്റ് നിലനിർത്താൻ കഴിഞ്ഞത്. മറ്റൊരു കാലഘട്ടം ഞാനെന്ന് കണ്ടത് ഈ കൺസ്യൂമർ അഫെയേഴ്സ്. ഞാൻ കൈകാര്യം ചെയ്തൊരു വകുപ്പാണ് കൺസ്യൂമർ അഫെയേഴ്സ്. അതിൽ ഈ ഉപഭോക്താവ്, അത് ഞങ്ങളുടെ മഹാത്മാഗാന്ധിയുടെ വാചകങ്ങളെ പറയും, ഉപഭോക്താവ് ദൈവമാണ്. ആ ദൈവത്തിനെ നമ്മൾ മാനിക്കണം, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അപ്പോൾ കൺസ്യൂമർ അഫെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉപഭോക്താവിന് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്ന ഭക്ഷ്യധാന്യങ്ങളാണ്, അല്ല ഭക്ഷ്യപദാർത്ഥങ്ങളാണ്. അപ്പോൾ അവരുടെ ക്വാണ്ടിറ്റി, ഇപ്പോൾ പാക്കഡ് ആയിട്ട് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൊടുക്കണം, ക്വാളിറ്റി കൊടുക്കണം, എക്സ്പയറി ഡേറ്റ് കൊടുക്കണം. അത് നിർബന്ധമാക്കി വന്നു. മറ്റ് സ്വർണ്ണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണമായിരുന്നു. സ്വർണ്ണത്തിൻ്റെ മാറ്റ് ഇപ്പോൾ 24 ക്യാരറ്റ്. അപ്പോൾ അത് പിന്നെ നമ്മൾ നിയമപ്രകാരം ആ 24 ക്യാരറ്റ് ഉണ്ട് എന്ന് സർട്ടിഫൈ ചെയ്യണം. അതിനുള്ള സംവിധാനങ്ങൾ
നമ്മൾ ഈ ഗോൾഡ് ഓർണമെൻറ്റ്സിൽ കൊണ്ടുവന്നു. ഈ ഗോൾഡ് ഓർണമെൻറ്റ്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് അത് മാർക്ക് ചെയ്യണം. അങ്ങനെ മാർക്ക് ചെയ്യുന്ന വിധത്തിലുള്ള മാർക്കിംഗ് സംവിധാനങ്ങൾ അന്ന് നിർബന്ധമാക്കിയത് ആ സന്ദർഭത്തിലാണ്. മറ്റൊന്നത് ഭക്ഷണ സാധനങ്ങളുടെ വേസ്റ്റാണ്. ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഭക്ഷണസാധനങ്ങൾ വേസ്റ്റ് പരിശോധിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അപ്പോഴാണ് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ നശിപ്പിച്ച് കളയുന്നത്, വേസ്റ്റാക്കി കളയുന്നത് ഇന്ത്യയിലാണ്. മാത്രമല്ല നമ്മുടെ കല്യാണങ്ങൾക്കൊക്കെ വലിയ തോതിലാണ് ഭക്ഷണധാന്യങ്ങൾ നശിപ്പിക്കപ്പെടുന്നത്. 10ഉം 100ഉം തരത്തിലുള്ള ഭക്ഷ്യധാന്യങ്ങളുണ്ടാക്കും, ആയിരക്കണക്കിന് ആളുകളെ വിളിക്കും, അവസാനം ഉപയോഗിക്കാൻ വരാതെ ഭക്ഷ്യധാന്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതിന് പരിഹാരമായി ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ കൊണ്ട്, ഒന്ന് കല്യാണങ്ങളൊക്കെ അല്ലെങ്കിൽ ഉത്സവങ്ങളോ ഒക്കെ വിളിക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുക, ഐറ്റംസ് കുറയ്ക്കുക, ക്വാളിറ്റി നിർബന്ധമാക്കുക. അപ്പം അതിനെക്കുറിച്ചൊക്കെ ചർച്ച നടത്തിയപ്പോൾ അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ചർച്ച നടന്നു. അവസാനം വന്നത് നമുക്ക് വേസ്റ്റാക്കാതിരിക്കാൻ, ഭക്ഷ്യധാന്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ, ഭക്ഷണം നഷ്ടപ്പെടാതിരിക്കാൻ ഉള്ള സംവിധാനം ഉണ്ടാകണം എന്നായിരുന്നു. അതൊരു ക്യാമ്പയിനായിട്ട് മാറ്റി. വിദ്യാർത്ഥികൾക്ക് ഈ ക്വാളിറ്റി ഓഫ് ഫുഡ്, ക്വാളിറ്റി ഓഫ് ഭക്ഷ്യധാന്യങ്ങൾ ഇതൊക്കെ പഠിക്കാനും അത് മനസ്സിലാക്കുവാനുള്ള ചില ക്ലബ്ബുകൾ ഞങ്ങൾ രൂപം നൽകി. അങ്ങനെ ഇന്ത്യ വ്യാപകമായി വിദ്യാർത്ഥികളെയും യുവസമൂഹത്തെയും യോജിപ്പിച്ചുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങളുടെ ക്വാളിറ്റി നിലനിർത്തുന്ന ഒരു സംവിധാനവും ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയത്. അങ്ങനെ ഒരു കൺസ്യൂമർ അഫെയേഴ്സ് എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശം സംരക്ഷിക്കപ്പെടണം, അവകാശങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കപ്പെടണം എന്ന രീതിയിൽ ഞങ്ങൾ ഈ കൺസ്യൂമർ അഫെയേഴ്സ് പ്രൊട്ടക്ഷൻ നിയമങ്ങൾ, കൺസ്യൂമർ കോടതികൾ, അതുപോലെ അന്നൊക്കെ പേരിനാണ് കോടതികളുണ്ടായിരുന്നത്. പക്ഷേ താഴെത്തട്ട്, ജില്ലകളിൽ, സംസ്ഥാനങ്ങളിൽ, ഓൾ ഇന്ത്യ ലെവലിൽ ഇങ്ങനെ ഒരു 3 തട്ടുകളിൽ ഈ കോടതികളെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് ഫലപ്രദമായിട്ട് ആ കോടതികൾ, കൺസ്യൂമർ കോർട്ടുകൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ആ കാലഘട്ടത്തിൽ നേട്ടമായിട്ട് ഞാൻ കാണുകയാണ്. ഭക്ഷ്യസുരക്ഷാ നിയമവും അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമവും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞാൻ രാജ്യത്തെമ്പാടും വ്യാപകമായി യാത്ര ചെയ്തു. സംസ്ഥാന ഗവൺമെൻറ്റുകളുമായി സംസാരിച്ചു. അതും എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരുന്നു. കാരണം ഞാൻ പാർലമെൻറ്റ് അംഗമായി ആദ്യം 1984 മുതൽ 96 വരെ 12 വർഷക്കാലവും, പിന്നീട് കേരളത്തിൽ MLA യും മന്ത്രിയുമായിട്ടിരുന്നെങ്കിലും ഇന്ത്യയെ ഇത്ര വ്യാപകമായി കാണാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ആ ഒരു കുറവ് തീരുന്നത് ഞാൻ കേന്ദ്ര മന്ത്രിസഭയിൽ വരുമ്പോഴാണ്. ഞാൻ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി, എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭരണാധികാരികൾ, മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ചു, അവിടുത്തെ സാമൂഹ്യ സംഘടനകളുമായി സംസാരിച്ചു. എങ്ങനെ ഭക്ഷ്യസുരക്ഷ ഫലപ്രദമാക്കാൻ പറ്റും? ഞാൻ എൻ്റെ ഈ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തീരുമാനമെടുത്തത് വീടിൻ്റെ ഉടമസ്ഥൻ ഗൃഹനാഥയായിരിക്കണം എന്നുള്ളതാണ്. അത് അന്നും ഇന്നും അംഗീകരിക്കപ്പെടുന്ന, വളരെയധികം ആളുകൾ പ്രശംസിക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് ഇപ്പോഴും ഞാനത് കാണുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ചോദ്യം ഉയർന്നു. ഇപ്പോൾ റേഷൻ കാർഡ് കൊടുക്കുന്നു, അതിലാരായിരിക്കണം ഹെഡ് ഓഫ് ദി ഫാമിലി? അപ്പോൾ ഞാൻ, മൻമോഹൻ സിംഗ് ഉണ്ട്, സോണിയാഗാന്ധി ഉണ്ട്, മറ്റ് സീനിയർ ലീഡേഴ്സുണ്ട്. ഞാൻ പറഞ്ഞു അത് അമ്മയായിരിക്കണം. എന്തുകൊണ്ടാണ്? ഞാൻ കേരളത്തിൽ ഫിഷറീസ് മന്ത്രിയായിരുന്ന കാലത്ത് വീടുകൾ വെച്ച് കൊടുത്തു മത്സ്യത്തൊഴിലാളികൾക്ക്. പക്ഷേ പുരുഷന്മാരാണ് എവിടെയൊക്കെ ഉണ്ടോ ഉടമസ്ഥന്മാരായോ അതൊക്കെ അധികം നാൾ നിന്നില്ല, ഒരു വിറ്റ് തുറച്ചു കളഞ്ഞു. മറിച്ച് സ്ത്രീകൾ ആണ് ഉടമസ്ഥന്മാരായ വീടുകളിലൊക്കെ, മത്സ്യത്തൊഴിലാളി വീടുകളിൽ അത് നിലനിന്നു. അതുകൊണ്ട് സ്ത്രീകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാവുന്ന ഭംഗിയായി നടക്കും. ആ കാർഡുകൾ മിസ്യൂസ് ചെയ്യില്ല, ഭക്ഷണം വീടുകളിലെത്തും. അങ്ങനെ ദ ഹെഡ് ഓഫ് ദ ഫാമിലി ഈസ് ദ മദർ എന്നൊരു വലിയ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആ കാലഘട്ടത്തിലാണ് ഞാനിന്നും ഓർക്കുന്നുണ്ട്. ഒരു അനുഭവം.
മറ്റൊന്നാണ് ഉച്ചഭക്ഷണം. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു തീരുമാനമുണ്ടായിരുന്നു. അമ്മമാർക്ക് ഉച്ചഭക്ഷണം പോഷകാഹാര ഭക്ഷണം കൊടുക്കാൻ തീരുമാനമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു. പ്രഗ്നൻ്റ് വുമൺ, ഗർഭിണികൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകണം. അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോൾ ചിലർ ചോദിച്ചു, ഇത് പ്രിപ്പയർഡ് ഫുഡാണോ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പോലെ തന്നെ മാനുഫാക്ചർഡ് ഫുഡാണോ എന്നൊരു ചോദ്യം വരുന്നു. ഞാൻ പറഞ്ഞത് പ്രിപ്പയർഡ് ഫുഡായിരിക്കണം. സ്കൂളുകളിലാണെങ്കിലും കിൻഡർ ഗാർഡനുകളിലാണെങ്കിലും നഴ്സറികളിലാണെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം നമ്മൾ അവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. ഇത് ബിസ്ക്കറ്റ് കമ്പനിക്കാർക്ക് ലാഭം കൊയ്യാനല്ല, നല്ല ഭക്ഷണം കുഞ്ഞുങ്ങളിൽ എത്താൻ കഴിയണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തതിനെ കൊണ്ടാണ് നമ്മുടെ നഴ്സറി ക്ലാസ്സുകളിലും കിൻഡർ ഗാർഡൻ ക്ലാസ്സുകളിലും പ്രൈമറി സ്കൂളുകളിലുമെല്ലാം ഉച്ചഭക്ഷണം അവിടെ പ്രിപ്പയർ ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതിൽ ഓരോ കുട്ടികൾക്കും ഇത്ര കിലോ കലോറി വേണം എന്ന് തീരുമാനമുണ്ടായിരുന്നു. അതുപോലെ അമ്മമാർക്ക്, ഗർഭിണികളായ അമ്മമാർക്ക് അവർക്ക് ഇത്ര കിലോ കലോറി ഭക്ഷണം ലഭ്യമാക്കുന്ന വിധത്തിലുള്ള ഭക്ഷ്യധാന്യങ്ങൾ നൽകണം എന്ന തീരുമാനം ഞങ്ങളത് എടുക്കാൻ. അപ്പോൾ ഇത്രയൊക്കെ ചില വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങൾ. അതുപോലെ ഈ നിയമം നടപ്പിലാക്കാൻ പറ്റാതെ വന്നാലുള്ള കോമ്പൻസേഷൻ, അതിനൊരു സംവിധാനം, പ്രത്യേക സംവിധാനം ഉണ്ടാക്കി. അങ്ങനെയുള്ള ഒരു സമഗ്രമായ നിയമം ലോകത്തിൽ ഒരു രാജ്യത്തുമില്ലാത്ത വിധത്തിൽ ഭക്ഷണം ജന്മാവകാശമാണ്, ആരും പട്ടിണി കിടക്കരുത് എന്നുള്ള ഒരു നിയമം നടപ്പിലാക്കാൻ കഴിഞ്ഞതിൻ്റെ അനുഭവ സമ്പത്ത് ഇന്നും ഞാൻ അഭിമാനത്തോടു കൂടി കാണുകയാണ്.